ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ SNDP യോഗത്തെയും വെള്ളാപ്പള്ളി നടേശനെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ BDJS സ്ഥാനാർത്ഥിയാകും. SNDP യോഗത്തിന്റെ ഭാരവാഹികൾ മത്സരിക്കരുതെന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ട് യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവി രാജിവെക്കാതെ തന്നെയാണ് തുഷാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പം മത്സരിക്കുന്നത്. BJP ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തുഷാർ മത്സര രംഗത്തെത്തിയതെന്നാണ് സൂചന. നേരത്തെ മത്സരിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ച തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയ ശേഷം മത്സരിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഒന്നുകിൽ SNDP അല്ലെങ്കിൽ BDJS എന്ന് വെള്ളാപ്പള്ളി നടേശൻ അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മതിയെന്ന് തുഷാർ വെള്ളാപ്പള്ളിയോട് വെള്ളാപ്പള്ളി നടേശൻ തീർത്തു പറയുകയും ചെയ്തു. എന്നാൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെ തന്നെയാണ് തുഷാർ മത്സരിക്കാൻ സമ്മതം മൂളിയത്. ഇതോടെ നേരത്തെ തന്നെ BJPയെ തള്ളി നിലപാട് സ്വീകരിച്ച വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം എന്താണെന്ന ആകാംക്ഷ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ രാഷ്ട്രീയപരമായ കാര്യത്തിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള വൈരുദ്ധ്യം പുറത്തു വന്നിരുന്നു. BJPയോട് അനുഭാവം പ്രകടിപ്പിച്ച തുഷാർ നിലകൊണ്ടപ്പോൾ CPM പാളയത്തിനൊപ്പമാണ് താനെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ശബരിമല വിഷയത്തെ നവോത്ഥാനം കൊണ്ട് CPM പ്രതിരോധിച്ചപ്പോൾ ഒപ്പം നിന്നത് വെള്ളാപ്പള്ളിയായിരുന്നു. NDAക്കൊപ്പമായിരുന്ന BDJSന് വേണ്ടി കഴിഞ്ഞ തവണ പ്രചാരണത്തിനിറങ്ങിയത് തന്നെ തെറ്റായി പോയെന്ന് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി തുടർച്ചയായി BJP വിരുദ്ധ പരാമർശം നടത്തുന്നതിനിടയിലാണ് NDAയിൽ BDJSന് 5 സീറ്റ് BJP അനുവദിച്ചത്. ഇവയിൽ വിജയ സാധ്യത മുന്നിൽ നിർത്തി BJP കണക്കുകൂട്ടുന്ന മണ്ഡലത്തിൽ തുഷാറിനെ നിർത്തുന്നതിലൂടെ വെള്ളാപ്പള്ളിയുടെ വായും കെട്ടാമെന്നാണ് BJPയുടെ പുതിയ തന്ത്രം. പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞ മത്സര രംഗത്ത് നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ആത്മാർത്ഥത ബോധ്യപ്പെടുത്തേണ്ട ഘട്ടത്തിൽ തുഷാറിന് സമ്മതം മൂളുകയല്ലാതെ വേറെ മാർഗമില്ലാതെയായി. അതേസമയം പിതാവും പുത്രനും രണ്ടു പക്ഷത്താകുന്നതും പുതിയ സംഭവ വികാസങ്ങളും SNDP യോഗത്തെയും BDJSനെയും പിളർത്തിക്കളയുമോ എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. BDJS നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വൈസ് പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പാർട്ടി വിടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ പാർട്ടി തലവൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്ന അക്കീരമൺ കഴിഞ്ഞ 3 മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മുൻ പ്രസിഡന്റ് കൂടിയായ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പഴയ യോഗക്ഷേമ സഭാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാനാണ് പാർട്ടി വിടുന്നതെന്ന് വിശദീകരണം. എന്നാൽ BDJS രൂപീകൃതമായതു മുതൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി തിരുവല്ലയിൽ മത്സരിക്കുകയും 31,439 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. BDJS നേതൃത്വവുമായി നേരത്തെ ഉടക്കി പുറത്തുപോയ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ചൂഴാൽ നിർമ്മലൻ പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അക്കീരമണും പാർട്ടി വിടുന്നത്. ഇതിനെല്ലാം പുറമെ വെള്ളാപ്പള്ളിയുടെ കടുത്ത നിലപാടും BDJSന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ കടുത്ത പ്രതിഷേധം നടന്ന ഇടങ്ങളിലൊന്നായ തൃശൂർ ഇത്തവണ അനുകൂല സാഹചര്യമുള്ളതായി BJP കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ തൃശൂരിൽ മറ്റു സ്ഥാനാർത്ഥികൾക്ക് 3.5 ലക്ഷത്തിന് മുകളിലാണ് വോട്ട് കിട്ടിയത്. ആ സമയത്ത് BJP സ്ഥാനാർത്ഥിക്ക് 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ കിട്ടിയിരുന്നു. CPIയുടെ CN ജയദേവൻ 38,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുകയും ചെയ്തു. ജയദേവൻ 3,89,209 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ KP ധനവാനൻ 3,50,982 വോട്ടുകളും നേടി. BJP സ്ഥാനാർത്ഥി ശ്രീശൈനി കിട്ടിയത് 1,02,681 വോട്ടുകളായിരുന്നു. കേവലം 11.15% വോട്ടുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.